ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മാവുകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും പൂത്തു കഴിഞ്ഞു. ഈ പ്രാവശ്യം തണുപ്പ് കുറച്ച് കൂടുതലാണ് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും നല്ല രീതിയിൽ തന്നെ മാവ് പൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ഈ മാങ്ങ ഉൽപ്പാദനം കൂടുതലാക്കാൻ പറ്റും. അതിനുവേണ്ടി ഒരു ചെറിയൊരു വീഡിയോ കൂടെ നമുക്ക് അതിനെന്താണ് പരിചരണം കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഈ മാവ് പൂത്തിരിക്കുന്ന സമയത്ത് ഒരുപാട് തരം കീടാക്രമണങ്ങളുണ്ട്. പുഴുക്കൾ തന്നെ പലതരത്തിലുള്ളത് കാണുന്നുണ്ട്. പിന്നെ മാംഗോ ഹോപ്പർ എന്ന് പറയുന്ന ഒരു നീര് ഊറ്റി കുടിക്കുന്ന ഒരു പ്രാണിയുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൈഡർ, ഇങ്ങനെ പലതരം പ്രാണികളുടെ ശല്യം ഈ സമയത്തുണ്ടാവും. പൂക്കുലം നോക്കുമ്പോൾ ഇതുപോലെ തണ്ട് മാത്രം ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ, പൂവൊന്നും കാണുന്നില്ല, തണ്ട് മാത്രമാണ് കാണുന്നതെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും പുഴുക്കളുണ്ടാവും. ഈ സമയത്ത് കീടനാശിനി പ്രയോഗം പറ്റില്ല, കാരണം അത് പോളിനേഷനെ ബാധിക്കും. അപ്പോൾ അടിവശത്ത് കുറച്ച് പുകയെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പറ്റുന്ന അത്രയും കൈ കൊണ്ടെടുത്തിട്ട് മാറ്റിക്കളയാം ഇതിനെയൊക്കെ. പൂക്കളിൽ ഏതാണ്ട് കരിഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഇവരുടെ ആ ശരീരത്തിലെ ആ ഡിസൈനും അവർ അതിനോട് യോജിക്കുന്ന തരത്തിൽ മാറ്റും. ഈ ക്യാമഫ്ലാഷ് എന്നെല്ലാം പറയുന്നതിൻ്റെ ഒരു തരം മാരക വേർഷൻ. പിന്നെ ഈ പൂക്കളിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു കാര്യം കാണാൻ കഴിയും. അതായത് ഈ ഒരു കൊലയിലുള്ള പൂവിൽ തന്നെ ആൺപൂവും പെൺപൂവും ഉണ്ട്. പെൺപൂവ് മാത്രമേ ഉണ്ണിമാങ്ങയാവൂ. ആൺപൂവിൻ്റെ കളറ്, അതിൻ്റെ ദളങ്ങൾ കളറ് ഒരു തരം യെല്ലോ കളറായിരിക്കും. പെൺപൂവിൻ്റെ ദളങ്ങൾക്ക് പിങ്ക് കളറാണ്, ഒരു റെഡിഷ് ആയിട്ടുള്ള. ഈ മാനുവലി പോളിനേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഗുണം ചെയ്യും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, അത് ശരി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം മാവ് എത്ര നന്നായി പൂത്തു കഴിഞ്ഞാലും പോളിനേഷൻ നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ കായ് പിടുത്തം കുറയും. അപ്പോൾ സ്വാഭാവിക രീതിയിൽ ഇതുപോലെ നടക്കുന്ന പോളിനേഷൻ ചിലപ്പോൾ മതിയാവാതെ വരും. അപ്പം ഒരു തേനീച്ചക്കൂട് പറമ്പിൽ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ചെറുതേനീച്ച നല്ലതാണെന്നാണ് അഭിപ്രായം പൊതുവെ. അത് ഈ മാവിന് മാത്രമല്ല, റംബൂട്ടാൻ അങ്ങനെ കണ്ട പഴവർഗ്ഗങ്ങൾക്കെല്ലാം വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണ് ഈ തേനീച്ച വളർത്തൽ. ഒരുവിധം നന്നായി പോളിനേഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ പൂക്കളിങ്ങനെ കരിയും. കുറേ പൂക്കളെല്ലാം കരിഞ്ഞ് വരും. ഇതേപോലെ ഇങ്ങനെ കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ തണ്ടിങ്ങനെ തട്ടിയിട്ട് ആ കൊഴിഞ്ഞു പോകേണ്ട പൂക്കളെല്ലാം കൊഴിച്ചു വിടുക. അപ്പം ആ ശിഖരത്തിൽ ഉണ്ണിമാങ്ങ മാത്രം ബാക്കിയായി നല്ല വൃത്തിയായിട്ട് നിൽക്കും. അല്ലെങ്കിൽ ഈ ചിലന്തികളൊക്കെ വന്ന് കൂട് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ ഉണ്ണിമാങ്ങയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ജൈവ കീടനാശിനി പ്രയോഗിക്കാം. അപ്പോൾ പിന്നീട് വരുന്ന പ്രാണികളെയെല്ലാം മാറ്റി നിർത്താൻ പറ്റും. അതിന് വെർട്ടിസീലിയം, ഇത് നല്ല ഒരു ജൈവ കീടനാശിനിയാണ്. ഇത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആ ഉണ്ണിമാങ്ങയിലുള്ള പൂക്കുലയിലും അതിൻ്റെ ശിഖരങ്ങളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക.
കുറച്ച് കഴിയുമ്പോൾ മാങ്ങ ഏതാണ്ട് ഇങ്ങനെ കുറച്ച് വലുപ്പമായി കഴിഞ്ഞാൽ അതിന് നമുക്ക് ഈ പ്രൊട്ടക്റ്റിംഗ് ബാഗ് വാങ്ങിയിട്ട് കൊടുക്കാം, പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അതാണെന്ന് വെച്ചാൽ ഈ കായ്ച്ച ശല്യം ഉണ്ടാവില്ല. പിന്നെ മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ ആ നെറ്റ് തന്നെ വീണ് കിടന്നോളും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്ക് എല്ലാവർക്കും നന്ദി. അതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.